മുട്ടുമേ നിന്നുകൊണ്ട് ഗാനം ആലപിച്ച് നമ്മുടെ ഇടയിലേക്ക് മഹത്വത്തിൻ്റെ രാജാവിനെ, സൗഖ്യത്തിൻ്റെ ഉടയവനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, ഇത് അത്ഭുതകരമായ ദൈവപ്രവൃത്തിയുടെ സമയമായി മാറ്റപ്പെടുകയാണ്. വിശ്വാസത്തോടെ, ബോധ്യത്തോടെ, ആഗ്രഹത്തോടെ ഈ ആരാധനയിലേക്ക് ഒരു മനസ്സോടെ നമുക്ക് പ്രവേശിക്കാം. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ. സമർപ്പിച്ചു കൊടുക്കാം. അത്ഭുതകരമായ വിടുതലുകൾ, അത്ഭുതകരമായ ദൈവിക ശക്തി ഈ രാത്രിയിൽ, ഈ ആരാധന വേളകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് നിറയാൻ സ്വർഗം ഇടവരുത്തുകയാണ്. രണ്ട് കരമുയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, ആരാധന, 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 ആരാധന. പോരാ പ്രിയപ്പെട്ടവരെ, പോരാ. ശക്തിയോടെ വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. രോഗങ്ങൾ സൗഖ്യമാകുന്നു, പാപബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നു, ശാപക്കെട്ടുകൾ അഴിയുന്നു. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ഉയർത്തി യേശുവേ, മാറും ഭൂതങ്ങളൊഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. കരങ്ങളടിച്ച് വിശ്വാസത്തോടെ ബന്ധനമെല്ലാം തകർന്നിടുമേ. സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ചെറിയവരും വലിയവരും ഇരുകരങ്ങളും ഉയർത്തി കുടുംബമായി, കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായി ഒരുമയോടെ വിളിക്കുകയാണ്. വിടുതലിന്റെ നാമത്തെ, സൗഖ്യ
സ്വരമേറ്റി വിളിക്കുന്നു യേശുവേ. വിളിക്കട്ടെ, മണികൂടാതെ അവനെ വിളിക്കട്ടെ. യേശു ഇതാ കടന്നു വരുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ശാപങ്ങൾ അഴിക്കുന്നു, സത്താനി പോരാട്ടങ്ങൾ അഴിഞ്ഞു മാറുന്നു. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. കരങ്ങളടിച്ച് ജീവനോടെ ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മിശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ. കരങ്ങളെയും ഉയർത്തി വിളിച്ചോ യേശുവേ. ശബ്ദമൊട്ടി വിളിക്കട്ടെ, എല്ലാം മറന്ന് വിളിക്കട്ടെ. വിടുതലിന്റെ നാമത്തെ, അത്ഭുത നാമത്തെ, അത്ഭുത നാമത്തെ, മാനവകുലത്തിന്റെ രക്ഷയുടെ നാമത്തെ വിളിക്കട്ടെ. ചെറിയവരും വലിയവരും എല്ലാം മറന്ന് വിളിക്കട്ടെ യേശുവേ. രോഗികൾ എഴുന്നേൽക്കുന്നു, തളർന്നവർ ജീവൻ പ്രാപിക്കുന്നു, കുടുംബങ്ങളുടെ ശാപക്കെട്ടുകൾ അഴിയുന്നു, പാപങ്ങൾ അഴിയുന്നു. ആരാധന, 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 ആരാധന. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ആവർത്തിച്ച് ആവർത്തിച്ച് എന്നിൽ നീ. വായ് തുറന്ന് രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ, രാജാവേ നമ്മുടെ സമൂഹങ്ങളിൽ തന്റെ സാന്നിധ്യം അവർ നൽകിക്കൊണ്ടിരിക്കുന്നു. നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവിതാ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന
സകലിന്റെ മേലും തന്റെ കൃപ വർഷിക്കുന്നു, തന്റെ ജ്ഞാനം അയക്കുന്നു, തന്റെ സൗഖ്യം അയക്കുന്നു, തന്റെ വിടുതൽ ഇപ്പോൾ അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹൃദയം സമർപ്പിച്ച്, ജീവിതം സമർപ്പിച്ച്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊള്ളുക. ഇത് വിടുതലിന്റെ സമയമാണ്, അത്ഭുത ശക്തി ഒഴുകുന്ന സമയമാണ്. ദിവ്യകാരുടെ നാഥനിൽ നിന്ന് സൗഖ്യശക്തി വ്യാപരിക്കുന്നു, സൗഖ്യശക്തി ഒഴുകുന്നു. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന്, കണ്ണുകൾ തുറന്ന് മഹാപരിശുദ്ധനും സർവശക്തനുമായ നമ്മുടെ കർത്താവിതാ ദിവ്യകാരുണ്യത്തിൽ നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ തൊട്ടടുക്കൽ, നിന്റെ തൊട്ടടുക്കൽ വിശ്വാസത്തോടെ അവനെ തൊടുക, വിശ്വാസത്തോടെ തൊടുക. നിന്റെ ഭാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കാമോ? നിന്റെ ഭാരങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കുക. വ്യക്തിപരമായി അനുഭവിക്കുന്ന തളർച്ചകള്, ശൂന്യതകള്, രോഗ അവസ്ഥകള് എല്ലാം ഒന്ന് ഇറക്കി വെക്കുക. സകലതും നന്മയ്ക്കായി മാറ്റുന്നവൻ. യേശയ്യാ ദീർഘദർശി 9-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു പുത്രൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം എന്ന് അവൻ വിളിക്കപ്പെടും. ആധിപത്യം അവൻ്റെ തോളിലാണ്. ആധിപത്യമുള്ളവൻ, സകലത്തിൻ്റെ മേൽ ആധിപത്യമുള്ളവൻ. നീ വഹിക്കുന്ന ഭാരവും ദുഃഖവും തളർച്ചയും ശൂന്യതയും നഷ്ടബോധവും എല്ലാം അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഈ രാത്രിയിൽ ഇതാ റിലീസ് ചെയ്യുന്ന സമയമാണ്, നിന്നെ അവൻ വിടുവിക്കുന്ന സമയമാണ്. വിശ്വസിക്കുക. നിന്റെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിച്ച് അവനിൽ വിശ്വസിക്കുക. അവൻ നന്മ മാത്രം ചെയ്യുന്നവനാണ്. ഒരുപക്ഷെ ധാരാളം ദുരിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി ജീവിതവും കുടുംബ ജീവിത സാഹചര്യങ്ങളുമാണ് നിനക്കുള്ളത്. എന്നാൽ നിന്റെ കണ്ണുനീരുകളെയെല്ലാം ആനന്ദമാക്കി മാറ്റാൻ അവനിതായി കടന്നു വന്നിരിക്കുന്നു. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് വിശ്വസിച്ചേ. നിന്റെ രോഗങ്ങൾ, ചങ്ങലകൾ, രോഗത്തിൻ്റെ ചങ്ങലകൾ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെയുമായി മാറ്റാൻ കഴിവുള്ള അവൻ്റെ നാമമാണ് നാം ആരാധിക്കുന്നത്. അവൻ്റെ പേരത്രേ യേശു ക്രിസ്തു. അവൻ വന്നത് നിന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്. സാത്താൻ നിന്റെ മേൽ കെട്ടിയ കെട്ടുകൾ അഴിക്കാൻ വേണ്ടിയാണ് അവൻ ഭൂമിയിൽ കടന്നു വന്നത്. ഈ ആരാധന അത് സംഭവിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് വീണ്ടും അവനെ ആരാധിക്കാം. അവൻ്റെ നന്മയെ, അവൻ്റെ സ്നേഹത്തെ ആവോളം ടേസ്റ്റ് ചെയ്യാൻ ഈ മണിക്കൂർ ഇടയാകട്ടെ. ഹൃദയം തുറന്ന്, ആരെയും ശ്രദ്ധിക്കാതെ ഈ വിലപ്പെട്ട സമയത്ത് യാബോക്ക് നദിക്കരയിൽ വെച്ച് പൂർവ്വ യാക്കോബ് പറഞ്ഞില്ലേ, എന്നെ അനുഗ്രഹിക്കാതെ അങ്ങ് ഞാൻ വിടുകയില്ല. ആരൊക്കെ ഈ വാഞ്ചയോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കും. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറക്കപ്പെടും, തകർന്ന ജീവിതങ്ങൾ പുനരുദ്ധരിക്കപ്പെടും, രോഗികൾ കിടക്ക വിട്ട് എഴുന്നേൽക്കും, ശാപക്കെട്ടുകൾ അഴിയും, കടബാധ്യതകൾ തകർന്നു മാറും. പുതിയ വഴികൾ നിന്റെ കുടുംബത്തിനായി അവിടെ തുറക്കുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ? ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ, അഴിഞ്ഞു മാറട്ടെ. ആരാധന, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായ്ക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ,
ഇരുകരങ്ങളും ഉയർത്തി. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവൻ എന്നിൽ പകരുന്നവൻ. യേശു യേശു വിളിച്ചോ. അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായവൻ. അതിരം തുറന്ന് പാടിക്കോ. യേശു 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 അവനാരിലും വലിയവൻ. യേശു 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 അവനാരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക്, നിന്റെ കുടുംബത്തിന് ഇന്ന് നീ കടന്നു പോകുന്ന ദുരിതങ്ങളും കണ്ണുനീരുകളുമെല്ലാം ഉപരി നന്മയ്ക്കായി മാറ്റുമെന്ന ഹൃദയത്തിൽ അങ്ങ് വിശ്വസിച്ചോ. വിശ്വസിക്കുന്നവന് അപ്രകാരം സംഭവിക്കാൻ സ്വർഗം ഈ രാത്രി ഇടവരുത്തുകയാണ്. ദൈവമേ, ദൈവമേ, നിന്നെ നിരന്തരമായി സ്നേഹിച്ചിട്ടും നിനക്ക് വേണ്ടി ജീവിച്ചിട്ടും ദൈവമേ, എന്തേ ഈ ദുരിതമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുകയാണ്, എല്ലാ നന്മയ്ക്കാണ്, എന്റെ നന്മയ്ക്കാണ്. വിശ്വസിച്ച് ആരാധിക്കാം. ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. സ്തോത്രം. തിരുസ്വരമനുസരിച്ച ഈശോയേ, നമുക്കൊരു കീടും അവനധികം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ്വം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനധികം. കൃപയരുളിടുമേ ബലമണിക്കുമേ. കൃപയരുളിടമേ ബലമണിക്കുമേ. മറമധുരമായി മാറ്റിടുമേ. മറമധുരമായി മാറ്റിടുമേ. ഇരു കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? യേശു വായി തുറന്ന് വിളിച്ചോ. അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഒരിക്കൽ കൂടി യേശു. യേശു ചെറിയവനും വലിയവനും യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അരൂപിൽ ആരാധിക്കാം. നമ്മുടെ കണ്ണുനീരിൻ്റെ വഴികളെ ആനന്ദമാക്കുന്നവൻ, രോഗസൗഖ്യം നൽകാൻ കഴിവുള്ളവൻ ഇതാ നിന്റെ കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുന്നു, ഇറങ്ങി നിൽക്കുകയാണ്. നീ ഒന്ന് തൊട്ടേ അവനെ വിശ്വസിച്ച്, എൻ്റെ കർത്താവേ, ഈ രോഗത്തിന്റെ ചങ്ങലകൾ ഈ രാത്രി എന്നെ വലിഞ്ഞു മുറുക്കുമ്പോൾ അത് അഴിച്ചു മാറ്റാൻ അങ്ങേക്ക് കഴിയുമല്ലോ. എല്ലാ രോഗികളും ഒന്ന് വിളിക്കാമോ? ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിലുള്ള രോഗികളെ ഓർത്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ആ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഈശോയേ ഈശോയേ ഹല്ലേലൂയ ഈശോയേ ഈശോയേ ഈശോയേ
കരങ്ങളിൽ ഈ രാത്രിയിൽ ഏൽപ്പിക്കുകയും നമുക്കൊരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഇന്നോളം നമ്മെ പരിപാലിച്ച് ആ നല്ല സ്നേഹത്തെ വീണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് പ്രതിഷ്ഠിക്കാം. നമ്മൾ കേട്ടില്ലേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. അവനെ സ്നേഹിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാൾ ജീവിതത്തെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. എല്ലാവരും പറയട്ടെ, കുടുംബമായി പറയട്ടെ, അവനോടുള്ള സ്നേഹം ഇതാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചാല് കയറി ഈ രാത്രി ഒഴുകുന്നു. ഇതാ നിന്റെ അടഞ്ഞ ഹൃദയം ഇപ്പോൾ യേശു സ്വന്തമാക്കുകയാണ്. അവനോട് വാ തുറന്ന് ഈ പാട്ടിന്റെ വരികളിലൂടെ നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവനെ സ്നേഹിക്കാം, അവനെ സ്നേഹിക്കാം. ജീവനേ കാലം നീ വലിയതാണെനിക്ക്. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ചലിപ്പിച്ച് ആദരപൂർവ്വം ശിരസ്സ് നമിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോടും ചേർന്ന് അങ്ങയുടെ മഹനീയമായ സാന്നിധ്യം ഞാനും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. അങ്ങയെപ്പോലെ ശക്തനും സ്നേഹിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും സർവ്വത്തിനുമേൽ അധികാരമുള്ളവനുമായ ഒരു ദൈവം എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മഹനീയമായ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും ചെയ്ത ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വീണു പോകുമായിരുന്നു. അവിടുന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ വീണിടത്തു നിന്ന് ഞങ്ങൾ ഒരിക്കലും എഴുന്നേൽക്കുകയും ഇല്ലായിരുന്നു. വീഴാതെ താങ്ങിയതും
വീണപ്പോൾ താങ്ങി എഴുന്നേൽപ്പിച്ചതും കരഞ്ഞപ്പോൾ ആശ്വാസം പകർന്നതും കണ്ണുനീര് തുടച്ചതും എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോൾ പ്രത്യാശ കൊണ്ട് നിറച്ചതും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് സമ്പന്നമാക്കിയതുമെല്ലാം അവിടുത്തെ കൃപയാണ് എന്ന് ഏറ്റുപറയുന്നു. കർത്താവേ, ഈ പകല് മുഴുവൻ എൻ്റെ മനസ്സിലൂടെ ഞാൻ അറിഞ്ഞും അറിയാതെയും കടന്നുപോയ ഒരു ചിന്തയുണ്ട്. കർത്താവേ, ഈ രാത്രിയിൽ ആരാണ് അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്? ആരുടെ കണ്ണുകളാണ് അങ്ങയുടെ മുഖത്തേക്ക് പതിഞ്ഞിരിക്കുന്നത്? ആരൊക്കെയാണ് അങ്ങയിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്നത്? കർത്താവ്, ഈ ചിന്ത ഇന്നത്തെ ദിവസം മുഴുവനും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. കർത്താവെ, അപ്പോൾ അനേക മുഖങ്ങളെ ഞാൻ കണ്ടു. വേദനിക്കുന്ന, സഹിക്കുന്ന, കഷ്ടപ്പെടുന്ന, എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്ന അനേക മുഖങ്ങളെ കണ്ടു. ഓ കർത്താവെ, അവരൊക്കെയാണ് ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, നിരവധി രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരെ ഞാൻ കണ്ടു. നിർഗന്ധ മുതൽ ഉളങ്കാലം വരെയുള്ള രോഗപീഠകളാൽ വിഷമിക്കുന്നവർ അങ്ങയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. കർത്താവെ, ക്യാൻസർ രോഗികൾ, ഹൃദ്രോഗികൾ, ത്വക്ക് രോഗികൾ, ഓരോരോ ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ളവർ, മാനസികമായ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനെ അനേക രോഗികൾ അങ്ങയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. മനസ്സ് തകർന്ന അനേകർ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടു. കർത്താവെ, രോഗങ്ങൾ കാരണവും ജീവിത പ്രശ്നങ്ങൾ കാരണവും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണവും ജീവിത പങ്കാളിയെയോ മക്കളെയോ മാതാപിതാക്കളെയോ ഓർത്തും സാമ്പത്തിക തൊഴിൽ മേഖലകളെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരെയൊക്കെ കണ്ടു. അവരും ഈ രാത്രിയിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജോലി നഷ്ടപ്പെട്ടവരും ജോലി കിട്ടാത്തവരുമായ അനേകർ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. വിവിധങ്ങളായ പരീക്ഷ എഴുതാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്നവർ പ്രതീക്ഷയോടെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടു. കർത്താവേ, ഇതുപോലെ വിവാഹം നടക്കാത്തവർ, മക്കളില്ലാത്തവർ, രോഗികളായവർ, കുടുംബത്തെ രോഗങ്ങളുള്ളവർ, ഇങ്ങനെ അനേക തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഖങ്ങളെയാണ് ഞാൻ കണ്ടത്. കർത്താവേ, അവരെല്ലാം പ്രതീക്ഷയോടെ നോക്കുന്നത് അങ്ങയുടെ മുഖത്തേക്കാണ്. കാരണം അവിടുന്നാണ് അവരുടെ ദൈവം. അങ്ങല്ലാതെ അവർക്ക് മറ്റൊരു ദൈവമില്ല. ഈ പ്രയാസങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും കർത്താവെ, അവർ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുവെന്ന് അവിടുന്ന് കാണണമേ. എത്രയോ പേര് കർത്താവെ പ്രയാസങ്ങളുണ്ടായപ്പോൾ, പ്രതിസന്ധികളുണ്ടായപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുത്തി അങ്ങയെ തള്ളിപ്പറഞ്ഞ് പിന്തിരിഞ്ഞു പോയി. എന്നാൽ കർത്താവ്, ഈ രാത്രിയിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാരും വിശ്വാസം നഷ്ടപ്പെട്ടവരല്ല, പ്രതീക്ഷ നശിച്ചവരല്ല, വീണ്ടും അങ്ങയിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അവിടുന്ന് തന്നെയാണ് പറഞ്ഞത്, നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്നാൽ നിന്നോട് കരുണ കാണിക്കുവാൻ അവിടുന്ന് അവസരം കണ്ടെത്തും. കർത്താവേ, അവിടുന്നാണ് പറഞ്ഞത്, അങ്ങയെ ആശ്രയിക്കുന്നവരോട് കരുണ കാണിക്കാൻ അവിടുന്ന് അവസരം കണ്ടെത്തും. കർത്താവേ, ആരാധനയുടെ സമയം അവിടുന്ന് കരുണ കാണിക്കുന്ന
ഒരു തക്ക സമയമാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കുന്ന സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ബന്ധനങ്ങൾ അവിടെ നിന്ന് അഴിക്കുന്ന സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് മാനസാന്തരത്തെ കൃപ കിട്ടുന്ന അവസരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സാമ്പത്തിക മേഖലകളെ ഇവിടെ നിന്ന് അനുഗ്രഹിക്കുന്നത് സമയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകുന്ന സമയമാക്കി ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് മറുപടി നൽകുന്ന സമയമാക്കി ഈ സമയത്തെ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നുപോയ കുടുംബ ബന്ധങ്ങളെ അവിടുന്ന് പുതുക്കി പണിയുന്ന സമയമായി ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിരകൾ മുതൽ ഉള്ളകാൽ വരെയുള്ള ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ രോഗങ്ങളുമായി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മേല് നിന്റെ കരുണയും സൗഖ്യവും വർഷിക്കുന്ന തക്ക സമയമായി ഈ സമയത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ടവരെ കർത്താവേ, പ്രിയപ്പെട്ടവരെ, സാമുവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം. സാമുവേലിന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ കർത്താവേ, ഞങ്ങളിങ്ങനെ വായിക്കുന്നു. യഹൂദരും ഫിലിസ്ത്യരും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിൽ യഹൂദര് പരാജയപ്പെട്ടു. ഫിലിസ്ത്യര് യഹൂദരെ പരാജയപ്പെടുത്തി 4000-ഓളം യഹൂദന്മാരെ ഫിലിസ്ത്യര് വധിച്ചു. യഹൂദ ക്യാമ്പുകളിൽ ഭയമുണ്ടായി. അവരാലോചിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം അവർക്കൊരു ഉത്തരം കിട്ടി. വാഗ്ദാന പേടകം ഈ യുദ്ധ ക്യാമ്പിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ അവർ വാഗ്ദാന പേടകം യുദ്ധ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. മന്ന, അഹ്റോന്റെ തളിർത്ത പടി, 10 കൽപ്പനകൾ അടങ്ങിയ പേടകമാണ് വാഗ്ദാന പേടകം. ആ പേടകം കൊണ്ടുവന്ന് യുദ്ധസ്ഥലത്ത് യഹൂദ ക്യാമ്പിൽ സ്ഥാപിച്ചപ്പോൾ ഈ ജനമെല്ലാം കൂടി വലിയ പ്രതീക്ഷയിൽ, വലിയ ആഹ്ലാദത്തോടുകൂടി, വലിയ പ്രത്യാശയോടുകൂടി ശക്തമായി ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഒരിക്കലും കേൾക്കാത്ത സ്വരത്തിൽ, ഒരിക്കലും എടുക്കാത്ത ശബ്ദത്തിൽ അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം അപ്പുറത്ത് ഫിലിസ്ത്യരുടെ ക്യാമ്പിൽ കേട്ടു. ഒരിക്കലും കേൾക്കാത്ത ശബ്ദത്തിലുള്ള പ്രാർത്ഥനയും സ്തുതിപ്പും കേട്ടു. ഫിലിസ്ത്യരെ രഹസ്യമായി അന്വേഷിച്ചു, എന്താണ് ഈ അട്ടഹാസത്തിൻ്റെ കാരണം. അവർക്ക് മനസ്സിലായി, വാഗ്ദാന പേടകം കൊണ്ട് വെച്ചു. അത് യഹൂദന്മാർക്കൊരു ശക്തി നൽകി, പ്രത്യാശ നൽകി, ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം നൽകി. ആ ബോധ്യത്തിൽ നിന്നാണ് അവർ സ്തുതിച്ച് പ്രാർത്ഥിച്ചതെന്ന് മനസ്സിലാക്കി. ഉടനെ ഫിലിസ്ത്യര് പറഞ്ഞ 2 വാചകമുണ്ട്. ഒന്നിങ്ങനെയാണ്, യഹൂദരുടെ കൂടാരത്തിൽ ദേവന്മാർ എത്തിയിരിക്കുന്നു. 2, നമ്മൾ നശിച്ചു. പാളയത്തിൽ ദേവന്മാരെത്തിയിരിക്കുന്നു, നമ്മൾ നശിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്നയും അഹ്റോന്റെ തളിർത്ത പടിയും 10 കൽപ്പനകളുമാണ് ഉണ്ടായിരുന്നത്. അവിടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വലിയ സൗഖ്യവും ശക്തിയുമൊക്കെ ഉണ്ടായി. ഞാൻ പ്രിയപ്പെട്ടവരെ, ഈ ആൾത്താരയിലിരിക്കുന്നത് മന്നയല്ല, അഹ്റോന്റെ തളിർത്ത പടിയല്ല, 10 കൽപ്പനകളല്ല, സർവശക്തനായ ദൈവമാണ്. സർവത്തിന്മേൽ അധികാരമുള്ള യേശു ക്രിസ്തുവാണ്. അവന്റെ മുമ്പിൽ നമുക്കൊന്ന് കരങ്ങൾ ഉയർത്താം. അവൻ പാളയത്തിലേക്ക് വന്നിരിക്കുന്നു. അവൻ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആ യഹൂദന്മാര് അവന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി അട്ടഹാസത്തെ സ്തുതിച്ചതുപോലെ നമുക്ക് കരമുയർത്തി, ശബ്ദമുയർത്തി, ഹൃദയമുയർത്തി കുറച്ച് സമയം അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ, സ്തുതിപ്പുകൾ ഉയരട്ടെ, ആരവങ്ങൾ ഉയരട്ടെ, ആരവങ്ങൾ ഉയരട്ടെ, പ്രത്യാശയുടെ പ്രാർത്ഥന ഉയരട്ടെ. ഈ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങട്ടെ. ആ ശബ്ദത്തിന്റെ മുമ്പിൽ, ഈ സ്തുതിപ്പിന്റെ മുമ്പിൽ, ഈ ദേവന്റെ മുമ്പിൽ അത്ഭുതങ്ങളും
വിടുതലുകളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. രോഗപീഠകൾ വിട്ടുപോകട്ടെ. സാത്താന്റെ കുടില തന്ത്രങ്ങൾ പരാജയപ്പെടട്ടെ. ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടട്ടെ. ബഹിഷ്കരിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. കർത്താവേ, അവിടുന്ന് സന്നിഹിതനായിരിക്കുന്നു. സർവശക്തനായ ദൈവം അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട്. അത് ഞങ്ങൾക്ക് ശക്തി നൽകുന്നു, ബലം നൽകുന്നു, ആത്മവിശ്വാസം തരുന്നു, പ്രത്യാശ തരുന്നു. അങ്ങ് കൂടെയുണ്ട്. അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണ്. അങ്ങ് സൗഖ്യം നൽകുന്ന ദൈവമാണ്. തിന്മയെ കീഴടക്കുന്ന ദൈവമാണ്. ദുഷ്ടാരൂപികളെ ബന്ധിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമാണ്. ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അവിടുത്തെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ നാസറായനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, സ്ഥാപനങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കാനായി അവിടുത്തെ വലതുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ സംഭവിക്കട്ടെ. മൃഗത്താളുകൾ ഉള്ളംകാലം വരെ രോഗപീഠകൾ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന് നീങ്ങിപ്പോകട്ടെ. വലിയ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. പാപത്തിന്റെ ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. ദുശീലങ്ങളുടെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. തഴക്കദോഷങ്ങളുടെ ബന്ധനങ്ങൾ തകരട്ടെ. ദുരാശകൾ വിട്ടുപോകട്ടെ. ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ വിട്ടുപോകട്ടെ. പാപത്തിന്റെ ആസക്തികൾ വിട്ടുപോകട്ടെ. കുടുംബത്തിന്റെ മേലുള്ള പാപത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അധ്വാനത്തെ കർത്താവ് ആശീർവദിക്കട്ടെ. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകട്ടെ. ആത്മീയമായ പുരോഗതി ഉണ്ടാകട്ടെ. കുടുംബത്തെ സമാധാനമുണ്ടാകട്ടെ. കുടുംബത്തെ സ്നേഹമുണ്ടാകട്ടെ. മക്കളുടെ ജീവിതം അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതുന്നവർക്ക് വിജയം കിട്ടട്ടെ. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വാതികൾ തുറന്നു കിട്ടട്ടെ. ഓ കർത്താവേ, രക്ഷിക്കുന്ന ദൈവമാണ്, രക്ഷിക്കുന്ന ദൈവമാണ്. ഓ കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാകട്ടെ, സൗഖ്യത്തിന്റെ രാത്രിയാകട്ടെ, രക്ഷയുടെ രാത്രിയാകട്ടെ. ഈ പ്രാർത്ഥനകൾ ദൈവമാകട്ടെ. കർത്താവേ, സ്തോത്രം. സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കുകയും, കരമടിച്ച് സൈന്യത്തിൻ നായകൻ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ ലോകശക്തികൾ നമ്മെ ജയിക്കുകയില്ല. ചെങ്കടൽ പിളർന്നു വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, ജോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നമ്മുടെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നാം ആർത്തിടുമ്പോൾ ജെറിക്കോ നമ്മുടെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നാം ആർത്തിടുമ്പോൾ ആരാധന, 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 ദമ്പതികളെ അനുഗ്രഹിക്കണം, മക്കളെ അനുഗ്രഹിക്കണം, അന്വേഷിച്ചവരെ അനുഗ്രഹിക്കണം, പരീക്ഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, വഴക്കടിക്കുന്നവരെ സ്നേഹത്തിൽ എത്തിക്കണമേ. കർത്താവേ, സ്തോത്രം. പ്രത്യേക നിയോഗങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും മൗനമായിട്ട് സമർപ്പിക്കാം. ഓരോരുത്തർക്കും ഹൃദയം പൊട്ടുന്ന 1, 2, 3 കാര്യങ്ങൾ ഈശോയോട് പറയാനുണ്ടാവും. അതിപ്പോൾ പറയാം. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. ഇതാ ഞാൻ കടന്നു പോകുന്ന വഴികൾ. എനിക്കിതൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. സഹായിക്കാൻ മറ്റാരുമില്ല. അഥവാ അവർ നോക്കിയാലും ഇതൊന്നും തീരുന്ന കാര്യങ്ങളല്ല. എന്നാൽ അങ്ങ് വിചാരിച്ചാൽ പരിഹാരമുണ്ട്. കാരണം അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. സർവ്വതന്മേൽ അധികാരമുള്ള ദൈവമാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. കരുണയുള്ള ദൈവമാണ്. എന്നെ വിളിക്കുവാൻ ഞാൻ മറുപടി തരുമെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദൈവമാണ്. നിന്റെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കാതിരിക്കാൻ മാത്രം എൻ്റെ കേൾവിശുദ്ധി നശിച്ചിട്ടില്ല. നിങ്ങളെ സഹായിക്കാതിരിക്കാൻ മാത്രം
എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയിട്ടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമാണ്. നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമാണ്. ഓ കർത്താവേ, ഇവരോരോരുത്തരും സമർപ്പിക്കുന്ന ആ നിയോഗങ്ങളെ, ആ പ്രാർത്ഥനകളെ, കണ്ണുനീരിൽ കൊടുന്ന ആ നെടുവീർപ്പുകളെ കർത്താവിനെ സ്വീകരിക്കണമേ. അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശരായോടെ ഇവരെ പറഞ്ഞയക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നിറച്ച് പറഞ്ഞയക്കണമേ. സൗഖ്യം നൽകി പറഞ്ഞയക്കണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി പറഞ്ഞയക്കണമേ. ഈ രാത്രിയിൽ ഉറക്കളച്ചത്, നിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചത്, നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിയത്, നിന്റെ മുമ്പിൽ നിലവിളിച്ചത് വെറുതെ ആയിട്ടില്ല എന്ന് നാളത്തെ ദിവസങ്ങളിൽ അനുഭവത്തിലൂടെ കർത്താവെ ഇവർക്ക് ബോധ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി നിന്റെ സാക്ഷികളായി ഇവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നവരും നിന്നെ കൂടുതൽ ശുശ്രൂഷിക്കുന്നവരായി എല്ലാവരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. യേശുവേ നന്ദി. കർത്താവെ നന്ദി. സ്വർഗത്തിൻ്റെ സന്നദ്ധതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേക നിയോഗങ്ങളെല്ലാം ഇപ്പോൾ സാധിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ രാത്രിയിൽ പ്രാർത്ഥിച്ച എല്ലാവരെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന ശുശ്രൂഷകൾ നയിക്കുവാൻ വേണ്ടി പല വിധത്തിൽ സഹായിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും തലമുറകളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശലോം കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ, വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൂടി സമാഹരിച്ച് സമാപന ഗാനം ആലപിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിച്ച് നമുക്ക് ആരാധന അവസാനിപ്പിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതപ്പം നീ, നിത്യമഹോന്നതപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ദിവ്യശരീര മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ, ദിവ്യനിടത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ, നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതനേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കർത്താവേ മഹത്വം 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 അങ്ങേക്ക് ആരാധന. കർത്താവേ സ്തോത്രം സ്തോത്രം ആരാധന 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 ആരാധന. യേശുവേ നന്ദി നന്ദി നന്ദി. ആരാധന 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 ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിനാഥ നന്ദിനാഥ നിന്റെ സ്നേഹത്തിനാ നന്ദിനാഥ നന്ദിനാഥ നിന്റെ സ്നേഹത്തിനാ നന്ദിനാഥ നന്ദിനാഥ നിന്റെ കരുതലിനാ നന്ദിനാഥ നന്ദിനാഥ നിന്റെ കരുതലിനാ. ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഇത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ ഇന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
എൻ്റെ ആയുസ് ദിനമാകെ തൻ്റെ നാമമഹത്വത്തിനാ എന്റെ ആയുസ്സിൻ ദിനമാകെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഹൃത്തിലെന്നെ വഹിച്ചതീനാൻ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഹൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതീനാൻ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും ഏശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ,
യേശു ആരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു യേശുവാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. ആമേൻ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റം അടുത്ത തുണയാ. ഘോരവൈരി നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ. മേശ നമുക്കൊരുക്കുമല്ലോ.